KPCC ഉപസമിതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് പൂരം അലങ്കോലമാക്കിയത് കൊണ്ട് കോൺഗ്രസിന് ഇവിടെ തോൽവിയുടെ ഒരു കാരണമായിട്ടില്ല എന്നുള്ളത്. ഇതിൽ BJP ഉൾപ്പെടെ വലിയ തോതിൽ പ്രതിസ്ഥാനത്ത് നിന്നിരുന്ന ഒരു സംഭവമായിരുന്നു പൂരം അലങ്കോലമായത്. തീർച്ചയായിട്ടും കോൺഗ്രസ് ഉപസമിതിയുടെ റിപ്പോർട്ടിനെ ഭാരതീയ ജനതാ പാർട്ടി ഒരളവോളം സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം ശ്രീ VD സതീശൻ ഈ റിപ്പോർട്ട് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഈ റിപ്പോർട്ട് VD സതീശൻ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടിട്ടാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്ന പ്രസ്താവന, സുരേഷ് ഗോപി ജയിച്ച അതിൻ്റെ മാനം കെടുത്താൻ നടത്തിയ VD സതീശൻ്റെ പ്രസ്താവന അദ്ദേഹം പിൻവലിച്ച് മാപ്പ് പറയണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു. ഇത് ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. K. മുരളീധരനെ തൃശ്ശൂരിൽ തോൽപ്പിക്കാൻ ഹസനും VD സതീശനും ചേർന്നൊരുക്കിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് 1275 ബൂത്തിൽ 716 ബൂത്തിൽ 3-ാം സ്ഥാനത്ത് കോൺഗ്രസ് പോയത്. റിപ്പോർട്ടിൽ പറയുന്നു, കോൺഗ്രസ്സുകാരുടെ ഉപസമിതി റിപ്പോർട്ടിൽ പറയുന്നു, പ്രധാനപ്പെട്ട എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരുടെയും ബൂത്തുകളിൽ K. മുരളീധരൻ കോൺഗ്രസ് 3-ാം സ്ഥാനമാണ്. VD സതീശൻ മറുപടി പറയണം. എന്തുകൊണ്ട് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരുടെ ബൂത്തുകളിൽ കോൺഗ്രസ് 3-ാം സ്ഥാനമായി? എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ പരിപാടി തൃശ്ശൂരിൽ സംഘടിപ്പിച്ചില്ല? എന്തുകൊണ്ട് കൃത്യമായിട്ടുള്ള പണം ബൂത്തുകളിൽ കൊടുക്കാൻ നേതൃത്വം തയ്യാറായില്ല? അതിനേക്കാൾ രൂക്ഷമായിട്ടുള്ള ആ റിപ്പോർട്ടിലെ വേറൊരു കാര്യം, പ്രചരണ രംഗത്ത് കോൺഗ്രസ് ഒട്ടും തന്നെ മുന്നേറിയില്ല, മുന്നേറ്റമുണ്ടാക്കാൻ നേതൃത്വം തയ്യാറായില്ല എന്നാണ്. ഇത് കോൺഗ്രസിൻ്റെ റിപ്പോർട്ടാണ്, കോൺഗ്രസ് പാർട്ടിയുടെ ഉപസമിതിയുടെ റിപ്പോർട്ടാണ്. ഇതിന് മറുപടി പറയേണ്ടത് VD സതീശനാണ്. ഞങ്ങൾ വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു, സുരേഷ് ഗോപിയുടെ വിജയമെന്ന് പറയുന്നത് കോൺഗ്രസ് ഉപസമിതിയിൽ സൂചിപ്പിച്ചതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഇടപെട്ട സുരേഷ് ഗോപിക്ക് ജനങ്ങൾ നൽകിയ അംഗീകാരമാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സുരേഷ് ഗോപി ഇടപെടുകയും പ്രതാപൻ ഇടപെടാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആ റിപ്പോർട്ടിലെ, കോൺഗ്രസ് റിപ്പോർട്ടിലെ അന്തസത്ത. അതിനെ BJP സ്വാഗതം ചെയ്യുന്നു. അതിന് മറുപടി പറയേണ്ടത് VD സതീശനാണ്. കോൺഗ്രസിൻ്റെ ഒരു നേതാവിനും ഇനി പൂരം കലക്കിയതുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്ന് പറയാനുള്ള യോഗ്യത നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഹസൻ എന്തുകൊണ്ട് എത്തിയില്ല? മുരളീധരൻ, ആ മുരളീധരനെ വടകരയിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നത് കോൺഗ്രസ് അപമാനിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് ഈ റിപ്പോർട്ടിലൂടെ വ്യക്തമാണ്. അതുകൊണ്ട് ഈ റിപ്പോർട്ട് ഇപ്പോൾ ADGPയുടെ റിപ്പോർട്ട്, പൂരവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്, അത് കോൺഗ്രസ് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. ഈ റിപ്പോർട്ട് കോൺഗ്രസ് അംഗീകരിക്കണ്ടോ? എനിക്കതാണ് അറിയേണ്ടത്. VD സതീശൻ മറുപടി പറയണം. VD സതീശൻ സുരേഷ് ഗോപി ജയിച്ചത് പൂരം കലക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന VD സതീശൻ്റെ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ VD സതീശനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി, ഡിഫമേഷൻ അടക്കമുള്ള നിയമ നടപടികൾ സ്വീകരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാവും. എന്തായാലും പൂരം പോലീസ് കലക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ കലക്കി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് ജുഡീഷ്യൽ അന്വേഷണം വേണം. ഞാൻ അതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് ജുഡീഷ്യൽ അന്വേഷണം വേണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നു. വാസ്തവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പറയുന്ന കോൺഗ്രസ്സിന് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പറയാനുള്ള ധാർമ്മികത ഉണ്ടാവണമെങ്കിൽ ഒരു പരാതി കൊടുക്കണ്ടേ? പൂരം അലങ്കോലപ്പെട്ടതിന് ശേഷവും ഒരു പരാതിയും കൊടുക്കാത്ത ആളാണ് ഈ K. മുരളീധരൻ. ഒരു പരാതിയും കൊടുക്കാത്ത ആളാണ് സുനിൽകുമാർ. ഒരു പരാതിയും കൊടുക്കാത്ത ആളുകളാണ് കോൺഗ്രസ്. എന്നാൽ
ജുഡീഷ്യൽ എൻക്വയറി വേണമെന്ന് പൂരത്തിൻ്റെ പിറ്റേ ദിവസം ഹൈക്കോടതിയിലും ആഭ്യന്തര സെക്രട്ടറിക്കും പരാതി കൊടുത്തവരാണ് BJP. ഞങ്ങളാണ് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞത്. ഇന്ന് പ്രതിപക്ഷം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ BJPയുടെ ആവശ്യത്തെ പ്രതിപക്ഷം അംഗീകരിക്കുകയാണ്. എന്തായാലും നിയമസഭയിലെ പ്രധാന പ്രതിപക്ഷം എന്ന നിലയിൽ ജുഡീഷ്യൽ എൻക്വയറി എന്ന കോൺഗ്രസിൻ്റെ പ്രസ്താവനയെ BJP സ്വാഗതം ചെയ്യുകയാണ്. ഈ ADGPയുടെ ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ടിൽ പറയുന്നത് അങ്കിത് അശോകന്റെ പരിചയക്കുറവ് മാത്രമാണ് ഈ പൂരം അലങ്കോലമാകാൻ കാരണം എന്നുള്ളതാണ്. അത് താങ്കൾ BJP അംഗീകരിക്കുന്നുണ്ടോ? അങ്കിത് അശോകന് പരിചയക്കുറവുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ പരിചയക്കുറവ് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെ വെച്ച് ഇടതുപക്ഷം പൂരം അലങ്കോലമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ രാവിലെ കണിമംഗലം ശാസ്താവിൻ്റെ എഴുന്നള്ളിപ്പിൽ ഉണ്ടായ കശപിശയിൽ എന്തുകൊണ്ട് രാജൻ വേണ്ടത്ര നടപടിയെടുത്തില്ല? ഉച്ചയ്ക്ക് വീണ്ടും പ്രശ്നമുണ്ടായി, എന്തുകൊണ്ട് പൂരത്തിൻ്റെ ചാർജായ രാജൻ ഇടപെട്ടില്ല? വൈകുന്നേരം കൊടമാട്ടത്തിൽ പ്രശ്നമുണ്ടായി, എന്തുകൊണ്ട് ഇടപെട്ടില്ല? രാത്രി 10:30 മണിക്ക് എഴുന്നള്ളിപ്പ് നിർത്തിച്ചു, എന്തുകൊണ്ട് ഇടപെട്ടില്ല? 3 മണി വരെ എന്തുകൊണ്ട് രാജനും സുനിൽകുമാറും വന്നില്ല? അപ്പോൾ ഇത് കാണിക്കുന്നത് വളരെ വ്യക്തമാണ്. ഇടതുപക്ഷം അങ്കിത് അശോകൻ്റെ ഇൻഎക്സ്പീരിയൻസ് മുതലെടുക്കുകയോ അങ്കിത് അശോകനെ ഉപയോഗിച്ചുകൊണ്ട് ഇടതുപക്ഷം പൂരം കലക്കാൻ ശ്രമം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് BJPയുടെ അന്നത്തെയും ഇന്നത്തെയും നാളത്തെയും സ്റ്റാൻഡ്. റിപ്പോർട്ട് അംഗീകരിക്കുന്നില്ല. ജുഡീഷ്യൽ അതാണല്ലോ സുരേഷ് ഗോപി പറഞ്ഞല്ലോ, ഒരു കള്ളനെ കൊണ്ട് വേറൊരു കള്ളനെ കുറിച്ച് അന്വേഷിക്കേണ്ടതെന്ന്. അതിനകത്തെല്ലാം ഉണ്ട്. ഞങ്ങൾ ജുഡീഷ്യൽ എൻക്വയറി തന്നെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്, അന്നും ഇന്നും നാളെയും.